പോറ്റിയെ കേറ്റി എന്ന പാരഡി പാട്ടിൽ കേസിനിറങ്ങി തിരിച്ച ഇടതുപക്ഷത്തിന്റെ നടപടി അവർക്കു തന്നെ കുരുക്കായി മാറുകയാണ്. സ്വർണക്കൊള്ളയ്ക്കെതിരായ പാരഡി ഗാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് വൈറലായത്. തെരഞ്ഞെടുപ്പ് വിധിയിൽ സ്വർണക്കൊള്ളയും ഘടകമായതോടെ കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പാട്ട് ഏറ്റുപാടിയത് വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് പാരഡി ഗാനത്തിനെതിരായി പരാതി വരുന്നത് എന്നത് ശ്രദ്ധേയം. ഈ ഗാനം അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമാണ് പുതിയ നീക്കം നടത്തിയത്. ഇതിനു പിന്നാലെയാണ് ഇത് സംബന്ധിച്ച് ലഭിച്ച ഒരു പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസും ലീഗും ചേർന്ന് തെരഞ്ഞെടുപ്പിൽ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്ന പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയാണ് പ്രസാദ് കുഴിക്കാലയും CPM പിന്തുണച്ചിട്ടുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ നേതാവ് പ്രസാദ് കുഴിക്കാല തന്നെയാണെന്നും പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകാൻ കൂടുതൽ ഹൈന്ദവ സംഘടനകൾ ബന്ധപ്പെടുന്നുണ്ട് എന്ന് രാജു എബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിലെ സ്വർണക്കൊള്ളയെ തുറന്നു കാട്ടുന്ന പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് രാഷ്ട്രീയപരമായ പല കാര്യങ്ങളുമുണ്ട്. അതിൽ പ്രധാനം രണ്ട് CPM നേതാക്കൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത് തന്നെയാണ്. ഈ രണ്ടു പേർക്കെതിരെയും സംഘടനാപരമായ ഒരു നടപടിയും CPM സ്വീകരിക്കാതിരുന്നതിനാലാണ് ഈ പാരഡി ഗാനം പിറവികൊണ്ടിരിക്കുന്നത് എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട കേസിൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ് വിവാദങ്ങളിൽ നിന്ന് തലയൂരിയപ്പോൾ ശബരിമല സ്വർണക്കൊള്ള കേസിൽപ്പെട്ട് അകത്തായ CPM നേതാക്കളെ അന്വേഷണ വിധേയമായി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോലും CPM നേതൃത്വം തയ്യാറായിരുന്നില്ല. കർക്കശമായ അച്ചടക്കം പിന്തുടരുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ CPM-ൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലപാടായിരുന്നു ഇത്. മാത്രമല്ല, ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്തെത്തി ശബരിമലയിലെ പോലീസ് കോർഡിനേറ്ററായ ADGP-യെ പൊന്നാട അണിയിച്ചതിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ വകുപ്പ് തല ഒരു അന്വേഷണത്തിന് പോലും ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുമില്ല. ശബരിമലയിലെ പോലീസിന് ഒരു ആംബുലൻസ്, ബാംഗ്ലൂരിലെ ഒരു ജ്വല്ലറി സംഭാവന ചെയ്തതിന് പിന്നിൽ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി എന്നതിലും ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഈ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോട്ടോയെടുത്ത് ഉപയോഗിച്ചതിലും വലിയ വീഴ്ചയുണ്ടായി. ശബരിമലയിലെ പോലീസിന് ഒരു ആംബുലൻസ് നൽകുവാനുള്ള ശേഷി ആഭ്യന്തര വകുപ്പിന് ഇല്ലേ എന്ന ചോദ്യം ഉയരുന്നതും ഇവിടെയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പോലീസ് ഭരണത്തിലെ വീഴ്ചകളും പിടിപ്പുകേടുമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ സംഘടനാ നടപടി വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനെ എതിരെയും CPM നേതൃത്വത്തിന് നടപടി സ്വീകരിക്കേണ്ടതായി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ ഇത് ഒഴിവാക്കുന്നതിലാണ് തൽക്കാലം നടപടി ഉണ്ടാകാതിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. സംഘടനാപരമായ CPM-ന്റെ ഈ വീഴ്ചയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതും. അതാകട്ടെ സ്വാഭാവികവുമാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ വിവാദ ഗാനവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ശബരിമല കൊള്ള തുറന്നു കാട്ടുന്ന ഈ പാരഡി ഗാനം ഇതുവരെ കേൾക്കാത്തവരെ പോലും കേൾപ്പിക്കുവാൻ, അവരെ ഇടതുപക്ഷത്തിന് എതിരായി തിരിക്കാനുമാണ് നിയമ നടപടികൾ വഴിവെക്കുന്നത്. ഈ നിയമ നടപടിക്ക് കൊണ്ട് തന്നെ ഇത്തരം പാരഡി ഗാനങ്ങളെ തടയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിക്കുന്ന കൂടുതൽ പാരഡി ഗാനങ്ങളുടെ പിറവിക്കും കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് സാമാന്യ ബോധമില്ലാതെ നടത്തുന്ന ഒരു നീക്കമായാണ് ഈ എതിർപ്പിനെ വിലയിരുത്തേണ്ടി വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിവാദ പാരഡി ഗാനം പ്രതിപക്ഷം ഉപയോഗിക്കുമെന്നും കണ്ടും ഇതിന്റെ ചുവട് പിടിച്ചും ഇത്തരത്തിലുള്ള കൂടുതൽ പാരഡി ഗാനങ്ങൾ വരുമെന്ന് കണ്ടും കേസ് CPM മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അവര് പറയുന്നത് ഈ നീക്കം ആത്യന്തികമായി ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും എന്ന് തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ പാരഡി ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെയും കേസെടുത്ത സൈബർ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് രഹന ഫാത്തിമ അടക്കമുള്ള യുവതികളെ ശബരിമലയിലേക്ക് കൊണ്ടുപോയിരുന്നത്. അന്ന് ഉണ്ടാകാതിരുന്ന എന്ത് വ്രണപ്പെടുത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന ചോദ്യവും പോലീസ് കേസെടുത്ത പുതിയ സാഹചര്യത്തിൽ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ആശയപരമായും അല്ലാതെയുമുള്ള എതിർപ്പുകളെ നേരിട്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ വേരുറപ്പിച്ചത്. കമ്മ്യൂണിസ്റ്റുകളുടെ പാരമ്പര്യം അതാണ്.
അത്തരം അനുഭവമുള്ള ഒരു പാർട്ടി ഇത്തരം പ്രചരണങ്ങളെ രാഷ്ട്രീയപരമായി നേരിടാതെ അധികാരം ഉപയോഗിച്ച് നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച വേറിട്ട കാഴ്ച തന്നെയാണ്. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സമാനമായ പാരഡി ഗാനം ഇടതുപക്ഷം UDF-നെതിരെ ഉപയോഗിച്ചിരുന്നു. അന്നൊന്നും ഇതിനെതിരെ പരാതി ഉയർന്നു വന്നിട്ടില്ല. അക്കാലത്ത് ഇപ്പോൾ CPM നേതാക്കൾ കാണിക്കുന്ന പോലുള്ള അസഹിഷ്ണുതയും UDF കാണിച്ചിരുന്നില്ല. അതുതന്നെയാണ് ഇവിടെ ഇടതുപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്നതും.